വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 2023-24 സ്വരാജ് ട്രോഫിയാണ്. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ്. അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് വന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. മൂന്നാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ്. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം കൊല്ലം, രണ്ടാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, രണ്ടാം സ്ഥാനത്ത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, മൂന്നാം സ്ഥാനത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുമാണ്. ഇനി സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് നോക്കാം. ഇതിൽ മികച്ച ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്. മൂന്നാം സ്ഥാനത്ത് വന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, രണ്ടാം സ്ഥാനം ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്, മൂന്നാം സ്ഥാനത്ത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുമാണ്. ഇനി മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റി. ഇനി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫിയിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മഹാത്മാ പുരസ്കാരമാണ്. മഹാത്മാ പുരസ്കാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മൂന്നാം സ്ഥാനത്ത് പാലക്കാട്ടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ മഹാത്മാ പുരസ്കാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത്, രണ്ടാം സ്ഥാനത്ത് നീലേശ്വരം, മൂന്നാം സ്ഥാനത്ത് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്താണ്. ഇനി ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ്. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തുമാണ്. അപ്പോൾ മഹാത്മാ പുരസ്കാരത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്ത് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്, മൂന്നാം സ്ഥാനത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്താണ്. ഇനി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട്ടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷനാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുമാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ 2023-24 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ ആണ്. അടുത്തത്, രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. കേരള സംസ്ഥാന അഗ്നിരക്ഷാ വകുപ്പിന് കീഴിലായാണ് ഈ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂബ ഡൈവിംഗ് എന്താണെന്ന് നമുക്കറിയാം. ജലാശയ അപകടങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ജലാശയ അപകടങ്ങൾ ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനൊരു സ്കൂബ ഡൈവിംഗ് സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. അടുത്തത്, ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സുപ്രീം കോടതിയാണ്. ലോട്ടറി വ്യവസായങ്ങളിൽ നിന്ന് സേവന നികുതി ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല, സംസ്ഥാന സർക്കാരുകൾക്കാണ് അധികാരമുള്ളത് എന്ന് വ്യക്തമാക്കിയ കോടതി സുപ്രീം കോടതിയാണ്.
നെക്സ്റ്റ് 37ാമത്, അതായത് 2025 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. 2025 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. 36ാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡായിരുന്നു. 35ാമത് ഇടുക്കിയിൽ വെച്ചായിരുന്നു. അപ്പോൾ 2025 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. അടുത്തത് 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ്. 2023 അവാർഡ് 2025 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എസ് സോമനാഥ് നമുക്കറിയാം ISRO ചെയർമാൻ ആയിരുന്നു. 2025 ജനുവരിയിലാണ് ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. ഇനി 2024 കേരള പ്രഭ പുരസ്കാരം എസ് സോമനാഥിന് ലഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി കേരള ശാസ്ത്ര പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥാണ്. ഇദ്ദേഹത്തിന് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് 2025 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. 2025 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. ഇദ്ദേഹം കഥക് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. അടുത്തത് ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് USA ആണ്. ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് USA ആണ്. 2ാം സ്ഥാനത്ത് ചൈനയാണ്. 3ാം സ്ഥാനത്ത് റഷ്യയാണ്. ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് USA, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് റഷ്യയാണ്. ഇനി ഇന്ത്യ ആദ്യ 10 റാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അപൂർവ രക്തദാതാക്കളുടെ വിവരങ്ങൾ അടങ്ങിയ റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അപൂർവ രക്തദാതാക്കളുടെ വിവരങ്ങൾ അടങ്ങിയ റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. കൊച്ചിയിൽ നടന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിൻ്റെ ദേശീയ കോൺക്ലേവിലാണ് ഈ രജിസ്ട്രി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അപൂർവ രക്തദാതാക്കളുടെ വിവരങ്ങൾ അടങ്ങിയ റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അടുത്തത് 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണ്. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂരിൽ 11ാം തവണയാണ് രാഷ്ട്രപതി ഭരണം വരുന്നത്. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പറയുന്ന ആർട്ടിക്കിൾ 356 ആണെന്ന് ഓർത്തു വെക്കുക. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരാണ്. അടുത്തത് 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി ദുബായ് ആയിരുന്നു. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി ദുബായ്. പ്രമേയം ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻറ് എന്നുള്ളതായിരുന്നു. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടി ഭാവി ഗവൺമെൻറ്റുകളെ രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. നെക്സ്റ്റ്, കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം കതിരവൻ എന്ന് പറയുന്ന വള്ളമാണ്. കതിരവൻ എന്ന് പറയുന്ന വള്ളമാണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം. അടുത്തത്, പൗരത്വം ലഭിക്കുന്നതിന് കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായി താമസം വ്യവസ്ഥ ചെയ്ത രാജ്യം ഒമാനാണ്. പൗരത്വം ലഭിക്കുന്നതിന് കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായി താമസം വ്യവസ്ഥ ചെയ്ത രാജ്യം ഒമാനാണ്. ഒമാൻ്റെ പൗരത്വം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 15 വർഷം തുടർച്ചയായി താമസിച്ചിരിക്കണം. അതുപോലെ തന്നെ അറബിയിൽ പ്രാവീണ്യമുള്ള ആളായിരിക്കണം. പിന്നെ നല്ല പെരുമാറ്റത്തിൻ്റെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒമാൻ്റെ പൗരത്വം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി കുറഞ്ഞത് 15 വർഷത്തെ തുടർച്ചയായി താമസം വ്യവസ്ഥ ചെയ്ത രാജ്യമാണ് ഒമാൻ. നെക്സ്റ്റ്, 1961 ആദായനികുതി നിയമത്തിൻ്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 13 ബില്ല് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. അപ്പോൾ 1961 ആദായനികുതി നിയമത്തിൻ്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 13 ബില്ല് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. അടുത്തതൊരു കുടുംബശ്രീ പദ്ധതിയാണ്. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് KTIC. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് KTIC.
കേടെക്കിൻ്റെ പൂർണ്ണരൂപം കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നുള്ളതാണ്. കേടെക്കിൻ്റെ പൂർണ്ണരൂപം കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നാണ്. അപ്പോൾ പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് കേടെക്ക്. നെക്സ്റ്റ്, സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. രണ്ടാം സ്ഥാനത്ത് കേരളമാണ്. മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട്. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് കർണാടക, രണ്ടാം സ്ഥാനത്ത് കേരളം, മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്. അപ്പോൾ വരാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2025 കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്